സുഭാഷിതം. ഇന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു വചനം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാപ്രവചനം 28 അധ്യായത്തിന്റെ 22 വാക്യം. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുത്. സർവഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിങ്കൽ നിന്ന് കേട്ടിരിക്കുന്നു. Now therefore do not be mockers, lest your bonds be made strong. For I have heard from the Lord God of hosts, a destruction determined even upon the whole earth. ഇസ്രായേൽ രാഷ്ട്രത്തെ പിടികൂടിയ ആത്മീയ അപജയത്തെയും ധാർമ്മിക അഴിമതിയെയും അഭിസംബോധന ചെയ്ത് പ്രവചിക്കുകയാണ് യെശയ്യാവ് 28 അധ്യായത്തിൽ. അനുസരണക്കേടിൽ നിന്നും പാപത്തിൽ നിന്നും മടങ്ങി വരുവാനുള്ള ആഹ്വാനവും അല്ലാഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ന്യായവിധിയുമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന മുഖ്യ വിഷയം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജനം അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നിരിക്കാം. പരിഹാസികൾക്ക് അവരുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകുമെന്നും ന്യായവിധി ഉണ്ടാകുമെന്നും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭക്തനായിരുന്ന ഇയ്യോബ് പറയുന്നു, എന്റെ അടുക്കെ പരിഹാസമേയുള്ളൂ എന്ന്. ഭൂമിയിൽ ജനമുള്ളിടത്തോളം കാലം പരിഹാസികളുണ്ട്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരിഹസിച്ചവരും പരിഹാസം അനുഭവിച്ചവരുമാണ് എന്നെ കേൾക്കുന്നതെന്ന് എനിക്കറിയാം. നിന്ദിക്കുകയും കളിയാക്കുകയും അവഹേളിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുന്നവരെയാണല്ലോ പരിഹാസികൾ എന്ന് നാം മനസ്സിലാക്കുന്നത്. സദൃശവാക്യങ്ങൾ 21:24 ഇങ്ങനെ വായിക്കുന്നു: നിഗളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്നു പേർ. അവൻ ഗർവത്തിന്റെ അഹങ്കാരത്തോടുകൂടെ പ്രവർത്തിക്കുന്നു. നിഗളവും ഗർവവും പരിഹാസികളുടെ കൈമുതലാണ് എന്നർത്ഥം. യൂദായുടെ ലേഖനം 18 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന്. ഭക്തികെട്ട മോഹങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന് വിരോധമായുള്ള മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്നവരെന്നർത്ഥം. പരിഹാസികളുടെ ചോദ്യങ്ങളെക്കുറിച്ച് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരാണവർ. പരിഹാസികൾക്കൊരു ബുദ്ധി ഉപദേശം കൊടുക്കുന്നു യെശയ്യാവ്: നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളാകരുത്. മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ പരിണിത ഫലമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകുമെന്ന്. പരിഹാസം കൊണ്ടുണ്ടായ ബന്ധനങ്ങൾ അഴിക്കുവാനും പരിഹാസ സ്വഭാവങ്ങൾ ഉപേക്ഷിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് അഭയം പ്രാപിക്കുവാൻ ഒരിടമുണ്ട്. നമുക്ക് വേണ്ടി നിന്നെയും പരിഹാസവുമേറ്റ യേശു കർത്താവിനോട് പറയുക. ഗലാത്യർ 6:7 പറയുന്നു: വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. പരിഹാസം അനുഭവിക്കുന്ന ദൈവമക്കളോട് യേശു കർത്താവ് പറയുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. എന്നാൽ പരിഹാസികൾക്ക് നിശ്ചയമായും ന്യായവിധി ഉണ്ടാകുമെന്ന് യെശയ്യാവ് പറഞ്ഞു. സദൃശവാക്യങ്ങൾ 19:28 ശലോമോൻ പറഞ്ഞിരിക്കുന്നത്, നിസ്സാര സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു, ദുഷ്ടന്മാരുടെ വായ് അകൃത്യത്തെ വിഴുങ്ങുന്നു. പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂഢന്മാരുടെ മുതുകിന് തല്ലും ഒരുങ്ങിയിരിക്കുന്നു. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. പ്രിയമുള്ളവരെ, ദൈവം വെറുക്കുന്ന പാപമാണ് പരിഹാസം. എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി പോലും പരിഹാസികളാകാതെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.